Hi students, today I would like to take English class for 4th standard students. Okay, let us start. Okay, in the last class we have discussed about the first lesson. Do you remember? Yes, Mughal miniature painting. Okay, Mughal miniature painting. So in this class, I would like to discuss about the grammar portions of the chapter. Demonstrative pronouns. Demonstrative pronouns. What is meant by pronoun? What is meant by pronoun? Yes, noun. Noun ennaanu ariyalo? Yes, noun is a naming verb. Is known as noun. Instead of noun, we use pronouns. Clear ayo? Noun പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് pronouns എന്ന് പറയുന്നത്. Clear? Then pronouns ആയിട്ട് ഉപയോഗിക്കുന്ന I, you, he, she, it, they, me, we, him, her, us, them. ഇതെല്ലാം pronouns ആണ്. കാരണം ഇതൊന്നും നമ്മൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇപ്പൊ I ആരാ? ഞാനാണ് I, ബട്ട് അതിന്റെ പേരോ ഒന്നും പറയുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മള് യു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഹി, ഷീ, ഇറ്റ് എന്തെങ്കിലും ഒരു തിങ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് ഉപയോഗിക്കും. ഇതെല്ലാം പ്രൊനൗൺസ് ആണ്. ഓക്കെ, പൊസസീവ് പ്രൊനൗണും ഉണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസും ഉണ്ട്. നിങ്ങൾ 3rd സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. Demonstrative pronoun. What is meant by demonstrative pronoun? Some words to point a specific thing. അതായത് ചില വേർഡ്സ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു ഫാർ ആണോ നിയർ ആണോ നമ്മുടെ അടുത്താണോ അകലെയാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള വേർഡ്സ് ആണ്, അങ്ങനെയുള്ള പ്രൊനൗൺസ് ആണ് എന്ന് പറയുന്നത് demonstrative pronoun. See this example. This is a bat. This is a bat. എന്താണ് നമ്മള് this is a bat. ഇവിടെ എന്താണ്? അടുത്താണ്. This is a bat. Then that is a hockey. This that ഇങ്ങനെയുള്ള ചില demonstrative pronouns തന്നെ ചില റൂൾസ് ഉണ്ട്. റൂൾസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് റൂൾ ആണ് this is a bat. This is a bat. എന്താണ്? This is a bat. എന്താണ്? അവിടെ സിംഗുലർ ആണ്, ഒരു ബാറ്റേ ഉള്ളൂ അല്ലേ? സിംഗുലർ ആണ്, നിയർ അടുത്ത. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് this ഇത് that അല്ലേ? അങ്ങനെ. ഓക്കെ, അപ്പൊ അത് തന്നെ ഓർമ്മ. Then that's a hockey stick. That is a hockey stick. എന്താണ്? സിംഗുലർ ആണ്. hockey stick ഒരെണ്ണേ ഉള്ളൂ അല്ലേ? That's a hockey stick. അപ്പൊ എന്താണ്? സിംഗുലർ ആണ്, ഫാർ അകലെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസ് കാണുമ്പോഴേ നമുക്ക് അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അത് നിയർ ഓർ ഫാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ദീസ് ആർ റോസസ്. ഇവിടെ ഒരു റോസ് അല്ല, ഒന്നിൽ കൂടുതൽ റോസ് ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ ഉപയോഗിക്കും? പ്ലൂറൽ ഫോം. അപ്പൊ ദിസ് എന്നതിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ദീസ്, ഇവ. ഓക്കെ, ദീസ് ആർ റോസസ്. അപ്പൊ എന്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? ദീസ് എന്താണ്? പ്ലൂറൽ ആണ്, അതുപോലെ തന്നെ നിയർ ആണ്. ക്ലിയർ? ദെൻ ദോസ് ആർ ജാസ്മിൻസ്. അവ ജാസ്മിൻസ് ആണ്. അതായത് എന്താണ്? പ്ലൂറൽ ആണ്, ഫാർ ആണ്. ക്ലിയർ ആയോ? സിംഗുലർ ആണ്, സിംഗുലർ ആൻഡ് നിയർ. വി യൂസ് ദിസ്. Clear? Singular and near. We use this. Then singular and far. We use that. Okay. Then plural and near. We use these. Okay, fine. Then plural and far. We use those. Clear? This is the first rule. Then second rule, demonstrative pronouns. നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് demonstrative
ശ്രദ്ധിക്കേണ്ട കാര്യം റൂൾ നമ്പർ 2, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ ഫോളോഡ് ബൈ എ വെർബ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞതിന് ശേഷം എന്ത് വരും? ഒരു വെർബ് ആയിരിക്കും വരുന്നത്. ഇവിടെ നോക്കിയേ, these are two examples. First example, this is my book. This is my book. This is my book. എന്താണ്? This. ഇവിടെ എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ? എന്താണ്? This. Okay. അപ്പോൾ this കഴിഞ്ഞിട്ട് എന്ത് വന്നു? This is. അതായത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് കഴിഞ്ഞിട്ട് പ്രൊനൗൺ കഴിഞ്ഞതിന് ശേഷം വെർബ് വന്നിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ വരികയുള്ളൂ. Then second example, I am going to read this book. ഇവിടെ this എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ I am going to read this book. അപ്പോൾ ഈ രണ്ടിനകത്ത് this ഉണ്ട്. ബട്ട് ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിന് ശേഷം എപ്പോഴും വെർബ് പ്രസന്റ് ആയിരിക്കും. ഇവിടെ നോക്കി ദിസ് ബുക്ക്, ദിസ് ഇവിടുത്തെ ദിസ് കഴിഞ്ഞ ശേഷം ബുക്കാണ് വന്നിരിക്കുന്നത്. ബുക്ക് ഈസ് എ നൗൺ. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിന് ശേഷം അവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു നൗൺ ആണ്. ക്ലിയർ? അപ്പൊ നൗൺ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ നൗൺ വന്നാൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആയിരിക്കില്ല. ക്ലിയർ? സോ അപ്പൊ ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആർ ഫോളോഡ് ബൈ എ വെർബ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ കഴിഞ്ഞ് ഒരു വെർബ് പ്രസന്റ് ആണെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ബട്ട് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള പ്രൊനൗൺസ് കാണും. ബട്ട് എന്താണ് അതിനെ ഫോളോ ചെയ്ത് ഒരു നൗൺ ആണ് വരുന്നത്. നൗൺ മീൻസ് നെയിം. നൗൺ ആണ് വരുന്നതെങ്കിൽ അതൊരിക്കലും ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആയിരിക്കില്ല. These are the two important rules about the demonstrative pronouns. Okay, then take your text. Listen. Fill in the blanks with correct demonstrative pronoun. Dash are my pets. Dash are my pets. നോക്കിയേ, പെറ്റ് ഒന്നല്ല, പ്ലൂറൽ ആണ് അല്ലേ, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ എന്താണ്? ദീസ്. ദീസ് ആർ. പിന്നെ എന്താണ്? അടുത്താണ്. രണ്ടും നോക്കണം, രണ്ടും നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ദോസ് ആകാൻ മേലെന്നില്ല. അതുകൊണ്ട് നോക്കിയേ, ആ ആളുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ദീസ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, ഈ ഗേള് ചൂണ്ടിയാണ് കാണുക. അപ്പോൾ എന്താണ്? ഫാറാണ്. ഫാറാണ്. അപ്പോൾ എന്താണ്? പിന്നെ ഒരു സിംഗുലറാണ്. ഫാർ, സിംഗുലർ, ഫാർ. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കും? ദാറ്റ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ഷിപ്പ്. അതും ഫാർ ആണ് കാണിക്കുന്നത്. ഷിപ്പ് സിംഗുലർ. സിംഗുലർ ഫാർ. സിംഗുലർ ഫാറിന് നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. ദെൻ ലുക്ക് അറ്റ് ഡാഷ് സ്റ്റാർസ്. സ്റ്റാർസ് ഒരുപാടുണ്ട്, പ്ലൂറലാണ്. അതുപോലെ തന്നെ പ്ലൂറലാണ്, ഫാറാണ്. അപ്പോൾ നമ്മൾ ദോസ്. ക്ലിയർ? ദെൻ ഫാറാണ് കാണിക്കുന്നത്. അടുത്തത് ഡാഷ് ഈസ് മൈ ഫ്രണ്ട് ടോക്കിംഗ് ടു ഹെയർ ഷീപ്പ്. അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് ആരുമായിട്ട് ടോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്? ഷീപ്പുമായിട്ട്. ഓക്കെ, അപ്പം ഫ്രണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷീപ്പ്. ബട്ട് നമ്മൾ നോക്കേണ്ടത് ആരാണ് പറയുന്നത്? ഇവിടെ ഈ കുട്ടിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഫാറാണ്. അപ്പം ദാറ്റ് അല്ലേ? ദാറ്റ് ഒരാളാണ്. അതുകൊണ്ട് എന്താണ്? ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്. ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അവിടെ രണ്ടു പേരെന്നല്ല. ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല. ഫ്രണ്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ടോക്കിംഗ് ടു ഹെയർ ഷീപ്പ്. ഓക്കെ, ദെൻ സർക്കിൾ ദ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് അണ്ടർലൈൻ ചെയ്യാനായിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ക്ലിയർ? Then that's all about grammar portions. Then take page number 9. Essay writing. Okay, essay writing. എങ്ങനെയാണ് essay write ചെയ്യുന്നത്? essay നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? essay എഴുതി എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ എന്താ, ഒരു പേജ് മുഴുവൻ ഇങ്ങനെ എഴുതാൻ മതി? അതിനെന്തെങ്കിലും ഒരു ഫോം ഉണ്ടോ? ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഹോംവർക്സ്
ഞാൻ വീഡിയോയിൽ മാത്രമേ ഹോംവർക്ക്സ് പറയുള്ളൂ. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ പറയുന്ന ഹോംവർക്ക്സ് നിങ്ങൾ ചെയ്ത് കാണിക്കണം. ചില കുട്ടികൾ മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരുടെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. Then essay writing. Essay writing means അതായത് നിങ്ങൾ എസ്സേ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് കിട്ടി. അപ്പം ലേൺ അബൌട്ട് ദ പാർട്സ് ഓഫ് ആൻ എസ്സേ. അപ്പൊ എന്താണ് നമ്മൾ എസ്സേയുടെ പാർട്സ് എന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് എസ്സേ introduction. Then body. Then conclusion. Itra parts. There are 3 parts in essay: introduction, body, and conclusion. Okay. Introduction എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, അതായത് ആ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിലേക്ക് വരാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സെന്റൻസ് എഴുതി വരിക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ദെൻ ബോഡി, അതിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, ഈ ബോഡിയിലായിരിക്കണം. ദെൻ കൺക്ലൂഷൻ മീൻസ് കൺക്ലൂഷനിൽ ഈ എസ്സേയുടെ ഒരു സം, അതായത് പൊതുവെ നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനിലെത്തിക്കുക. ഒരു ഏറ്റവും അവസാനം ആ ഒരു കൺക്ലൂഷൻ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു എസ്സേയുടെ ഹോൾ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഡു യു ലൈക്ക് ടു ഡ്രോ ഓർ പെയിന്റ്? നിങ്ങൾക്ക് വരയ്ക്കാനാണ് ഇഷ്ടം, പെയിന്റ് ചെയ്യാനാണ് ഇഷ്ടം? ഇഫ് യെസ് ആണെങ്കിൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡ്രോ? ഇനി വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ എന്താണ് വരയ്ക്കാൻ ഇഷ്ടം? റൈറ്റ് ആൻ എസ്സേ അബൌട്ട് വാട്ട് യു വുഡ് ലൈക്ക് ടു ഡ്രോ. എന്താണ് നിങ്ങൾ വരയ്ക്കാൻ ഇഷ്ടം എന്നതിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഹിന്റ് എന്ന് പറഞ്ഞാൽ തീം, അതിന്റെ തീം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷനകത്ത് തന്നെ എങ്ങനെ പറയാം, എനിക്ക് പൊതുവെ വരയോട് വളരെ ഇഷ്ടമാണ്, ചെറുപ്പകാലത്തിൽ മുതൽ എനിക്കിന്ന് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് എഴുതാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വരാം. അതിനുശേഷം ഒരു തീം, അതായത് എനിക്ക് വരയ്ക്കാനായിട്ട് ഇഷ്ടമുള്ള ആ തീം അവിടെ ഇൻട്രൊഡക്ഷനിൽ പ്രസന്റ് ചെയ്യാം. എനിക്ക് സീനറിയാണ് പൊതുവെ ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലും. ദെൻ അതിനുവേണ്ടി പ്രിപ്പറേഷൻ, അതിനുവേണ്ടി എന്തൊക്കെ ഞാൻ എന്നെ പല കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്, കളേഴ്സാണ് ഉപയോഗിക്കുന്നത്, വാട്ടർ കളറാണോ, അങ്ങനെയുള്ള കളേഴ്സിനെ കുറിച്ചൊക്കെ വിവരിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ അതിനകത്ത് മെൻഷൻ ചെയ്യാം. ദെൻ ഞാൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, പിന്നെ എവിടെയാണ് ഞാനത് ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ഇത് സൂക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഞാനിത് വീട്ടിൽ സൂക്ഷിക്കാതെ എനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ഒരു എസ്സേ നമുക്ക് ഭംഗിയായിട്ട് എഴുതാം. എന്നിട്ട് കൺക്ലൂഷനിൽ അതിൻ്റെ തന്നെ ഒരു സമ്മായിട്ട് എഴുതും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സെന്റൻസ് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ബട്ട് എഴുതിയെങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, അത് എഴുതിയത് എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.